ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മലയാള സിനിമയുടെ ഏറ്റവും പുതിയ 100 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ടുകഴിഞ്ഞ സിനിമയാണല്ലോ തുടരും. ആദ്യ ദിവസം തന്നെ അഭിപ്രായങ്ങൾ കൊണ്ട് വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ തുടരും എന്ന സിനിമയെല്ലാം തന്നെ നിസ്സാരമായിട്ട് 100 കോടി കളക്ഷൻ നേടിയെടുക്കുമെന്ന് സിനിമയുടെ ആദ്യ ദിവസം മുതലുള്ള ഒരു ബോക്സ് ഓഫീസ് ട്രെൻഡിൽ നിന്ന് വ്യക്തമായതാണ്. ഇപ്പോഴത്തെ 100 കോടി കളക്ഷൻ നേടിയെടുത്തതോടെ ലാലേട്ടന്റെ കരിയറിലെ 4ാമത്തെ 100 കോടി, മലയാളത്തിലെ 11ാമത്തെ 100 കോടി, അതിൽ ഏറ്റവും അധികം 100 കോടിയിലധികം കളക്ഷനുള്ള നായിക നടൻ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ എന്നിങ്ങനെ ഒരുപാട് പോസ്റ്റുകളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പോസ്റ്റുകൾക്ക് താഴെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കമന്റ് ആണ്, അപ്പോൾ മലയാളത്തിന്റെ മമ്മൂട്ടി ചേട്ടന് 100 കോടി ഇതുവരെ ഇല്ലേ എന്നത്. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ മലയാളികൾ മാത്രമല്ല, അന്യഭാഷ സിനിമാ പ്രേമികൾ വരെ എക്സിലെ പോസ്റ്റുകളെല്ലാം തന്നെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. മമ്മൂട്ടിക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നല്ല സിനിമകളായിരുന്നല്ലോ, എന്നിട്ടും ഇതുവരെ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ഇല്ലേ? അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ചെറിയ പിള്ളേർക്ക് വരെ 100 കോടിയിലധികം കളക്ഷൻ ഉണ്ടല്ലോ, എന്നിട്ടും മെഗാസ്റ്റാറിന് ഇതുവരെ 100 കോടി ഇല്ലേ എന്നത്. സത്യത്തിൽ മുമ്പൊക്കെ ഇങ്ങനെയുള്ള കമന്റുകൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ സഹതാപം മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. കാരണം ഇത്രയധികം ലാലേട്ടനേക്കാൾ വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള നടനാണ്, PR സപ്പോർട്ടുള്ള നടനാണ്. തുടർച്ചയായിട്ട് സിനിമകളെല്ലാം തന്നെ ആദ്യ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന നടനാണ്. എന്നിട്ടും 100 കോടി ഇല്ലാതെ യഥാർത്ഥത്തിൽ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും നിലവിൽ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. മമ്മൂട്ടി ആരാധകരുടെ ചെയ്തികളും പ്രവൃത്തികളും മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ, മമ്മൂട്ടി എന്ന നടനെയും അതോടൊപ്പം തന്നെ താരത്തെയും മാത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു 100 കോടി ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നാണ് വ്യക്തിപരമായ മറ്റൊരു അഭിപ്രായം. എന്തായാലും ഇനി ഒറ്റയ്ക്ക് 100 കോടി കളക്ഷൻ നേടിയെടുക്കാനുള്ള കെൽപ്പ് മമ്മൂട്ടിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അതിനെ പറ്റിയൊരു പടം കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി അമ്പേ പരാജയമാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മഹേഷ് പടത്തിന് മുന്നേ നായകനായി എത്തുന്ന ഒരേ ഒരു സിനിമ അത് കളങ്കാവലാണ്. അതാണെങ്കിൽ ഒരു കണ്ടന്റ് ഓറിയന്റഡ് സിനിമയാണെന്ന് മനസ്സിലാക്കുന്നു. ബോക്സ് ഓഫീസിൽ എത്രത്തോളം കളക്ഷൻ വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും മഹേഷ് നാരായണൻ സിനിമയിലൂടെ ലാലേട്ടൻ മമ്മൂട്ടി ചേട്ടനൊരു 100 കോടി സമ്മാനിക്കാനായിട്ട് ഇതിനോടൊപ്പം തന്നെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യ 100 കോടി കളക്ഷൻ കാണും. എന്തായാലും സിനിമയുടെ റിലീസ് അടുത്ത വർഷത്തോടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ മമ്മൂട്ടി ചേട്ടന്റെ ആരാധകരെല്ലാം തന്നെ സോഷ്യൽ മീഡിയ കമന്റുകൾ കണ്ട് സഹിക്കുക എന്ന് നമുക്ക് പറയാനുള്ളൂ. കാരണം അവരാണല്ലോ ഈ 100 കോടി കളക്ഷൻ ഞങ്ങൾ നേടിയെടുക്കും, മുരുകാ നീ തീർന്നടാ എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയത്, രംഗം വഷളാക്കിയത്. എന്തായാലും കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.